ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യത്തിനായുള്ള ചൈനീസ് ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ മറുപടി. റാംബില്ലി താവളം. ആണവ അന്തർവാഹിനികളും ആണവ പോർമുനയുള്ള മിസൈലുകൾ വർഷിക്കുന്ന യുദ്ധക്കപ്പലുകളും രഹസ്യമായി സൂക്ഷിക്കാനുള്ള താവളമാണിത്. ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പ്രവേശിക്കുക തുരങ്കത്തിലൂടെയാണ്. ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിൽ ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് അടുത്ത വർഷം കമ്മീഷൻ ചെയ്യും. എന്തു ഭീഷണിയും നേരിടാൻ ഇവിടെ യുദ്ധക്കപ്പലുകൾ സദാ സജ്ജമായിരിക്കും. ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസിനെ കുറിച്ച് വിശദമായി പരിശോധിക്കാം. വിശാഖപട്ടണത്ത് ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആസ്ഥാനത്തിന് 50 കിലോമീറ്റർ അകലെയാണ് റാംബില്ലി കടലോര ഗ്രാമം. ആദ്യം ഗംഗാവരത്ത് ബേസ് നിർമ്മിക്കാനാണ് ആലോചിച്ചത്. എന്നാൽ രഹസ്യ സ്വഭാവം നിലനിർത്താൻ ആൾപ്പാർപ്പിടമില്ലാത്ത റാംബില്ലിയാണ് ഉത്തമമെന്ന് തീരുമാനിക്കുകയായിരുന്നു. 50 യുദ്ധക്കപ്പലുകളും 12 അന്തർവാഹിനികളും ഡോക്ക് ചെയ്യാനുള്ള വിസ്തൃതിയിലാണ് നിർമ്മാണം. 2018-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നേവൽ ബേസിന് നിർമ്മാണ അനുമതി നൽകിയത്. പ്രോജക്ട് വർഷയുടെ ഭാഗമാണിത്. ഹാർബറിന്റെ പണി പൂർത്തിയായി. തുരങ്കത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലുമാണ്. ഭൂഗർഭ താവളമായതിനാൽ ബാഹ്യശക്തികളുടെ വ്യോമ നാവിക ഭീഷണികളിൽ നിന്ന് യുദ്ധക്കപ്പലുകൾക്ക് സംരക്ഷണം ലഭിക്കും. കർണാടകയിലെ കാർവാർ നേവൽ ബേസിന്റെ ശേഷിയും 5 വർഷത്തിനകം ഇരട്ടിയാക്കും. ഇപ്പോൾ ഇവിടെ 12 യുദ്ധക്കപ്പലുകൾ അടുപ്പിക്കാനാണ് സൗകര്യമുള്ളത്. ഇത് 32 കപ്പൽ എന്ന തരത്തിലാണ് വികസനം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മൂന്നാമത്തെ ആണവ മുങ്ങിക്കപ്പലായ അരിധമാൻ ഈ വർഷം അവസാനം കമ്മീഷൻ ചെയ്യും. 3500 കിലോമീറ്റർ റേഞ്ചുള്ള K4 ആണവ മിസൈലുകൾ അരിധമാനിൽ നിന്ന് തൊടുക്കാനാകും. INS അരിഹന്ത്, INS അരിഖാത് എന്നിവയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മറ്റ് അന്തർവാഹിനികൾ. 9000 കോടി രൂപ ചെലവിൽ 4ാമത്തെ ആണവ മുങ്ങിക്കപ്പലിന്റെ നിർമ്മാണവും രഹസ്യ കേന്ദ്രത്തിൽ തുടങ്ങിയെന്നാണ് വിവരം. അതേസമയം ശത്രു രാജ്യങ്ങളെ ചെറുക്കാൻ പ്രതിരോധത്തിൽ വൻ കുതിപ്പാണ് ഇന്ത്യ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ പ്രതിരോധ കയറ്റുമതി 23,622 കോടി രൂപയായി ഉയർന്നുവെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മുൻപത്തെ സാമ്പത്തിക വർഷം ഇത് 21,083 കോടി രൂപയായിരുന്നു. ഒരു വർഷത്തിനിടെ 2,500 കോടി രൂപയുടെ അഥവാ 12.04% വളർച്ചയാണ് പ്രതിരോധ കയറ്റുമതിയിൽ മാത്രം രേഖപ്പെടുത്തിയത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കയറ്റുമതിയിൽ 42.85% വർധനവുണ്ടാക്കി. ആഗോള വിപണിയിൽ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമാകാനുള്ള ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ കഴിവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ ഇറക്കുമതി ആശ്രയിച്ചിരുന്നതിൽ നിന്ന് സ്വാശ്രയത്വത്തിലും ദേശീയ ഉൽപാദനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. വിവിധ ഇനം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഏകദേശം 80 രാജ്യങ്ങളിലേക്കാണ് ഭാരതം നിലവിൽ കയറ്റുമതി ചെയ്യുന്നത്. കയറ്റുമതിക്കായി അനുമതി തേടുന്ന അഭ്യർത്ഥനകൾ സമർപ്പിക്കുന്നതിന് പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രത്യേക പോർട്ടലുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1762 അഭ്യർത്ഥനകൾക്കാണ് ഇതുവഴി അനുമതി ലഭിച്ചത്.